السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്ന മഹത്തരമായ ഇബാദത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതുപോലെ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും നല്ല ആളുകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിവരിച്ചിട്ടുണ്ട്. ആ മഹത്തരമായ ഒരു ഇബാദത്തിലാണ് നമ്മളുള്ളത് എന്ന കാര്യം ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങൾ ഓർക്കണം. നമ്മുടെ ഏതൊരു ഇബാദത്തിനും അള്ളാഹു പ്രതിഫലം നൽകുന്നത് നമ്മുടെ നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, പ്രവർത്തനങ്ങൾ നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വ ഇന്നമ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോരുത്തർക്കും അവരെന്താണോ നീയത്ത് വച്ചത് അതാണ് അള്ളാഹുവിൻ്റെ അരികിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ദർസുകളിൽ ദീനി പഠന സംരംഭങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ നീയത്ത് ശരിയാണോ എന്ന പരിശോധന എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. സൂറത്തുൽ ഹുജറാത്തിലെ ആയത്തുകളാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഹുജറാത്തിനെ കുറിച്ചും അതിൽ ആദ്യത്തെ ആയത്തിൻ്റെ വിശദീകരണത്തെക്കുറിച്ചും കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. سورة الحجرات لرندامة آيتان. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. ഈ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല യാ അയ്യുഹല്ലദീന ആമനു എന്ന അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആരംഭിക്കുന്നത്. മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ ഹുജറാത്തിൽ 5 സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ അഭിസംബോധന യാ അയ്യുഹല്ലദീന ആമനു എന്ന വാക്ക് ആവർത്തിച്ചിട്ടുണ്ട്. മുൻപുള്ള ആയത്തിൽ എന്താണ് അള്ളാഹു പറഞ്ഞത്? എന്താണ് നമ്മൾ പഠിച്ചത്? തൊട്ട് മുൻപുള്ള ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി, മുഅ്മിനീങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും മറികടന്ന് പ്രവർത്തിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറികടന്ന് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ഒരാൾ ചോദിച്ചാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് അടുത്ത ആയത്തിലുള്ളത്. അതാണ് 2 ആയത്തുകൾ തമ്മിലുള്ള ബന്ധം. ചില തഫ്സീറുകളിൽ നിങ്ങൾക്ക് കാണാം, ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ അവർ പറയും മുനാസബത്തുൽ ആയത്തി ലിമാ ഖബ്ലഹ, ഈ ആയത്തിന് തൊട്ട് മുൻപുള്ള ആയത്തുമായുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ ഇവ രണ്ടും എങ്ങനെയാണ് സാഹചര്യങ്ങൾക്ക് യോജിക്കുന്നത്. ഇത് ആയത്തുകളിൽ മാത്രമല്ല, സൂറത്തുകളുടെ മുനാസബ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. സൂറത്തുൽ ബഖറ കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് സൂറത്ത് ആൽ ഇംറാൻ, അതിനുശേഷം എന്തുകൊണ്ട് സൂറത്ത് നിസ, ഇങ്ങനെ. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു ഈ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് പോലെയാണ് പറയുന്നത്. മുൻപുള്ള ആയത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും മറികടക്കരുത് എന്ന് പറഞ്ഞു. ഈ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറികടക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് എന്ന് ഒരാൾ ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഈ ആയത്തിലുണ്ട് എന്നതുപോലെയാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ, ഈ
അഭിസംബോധനയുടെ അല്ലെങ്കിൽ ഈ വിളിയുടെ ഉദ്ദേശം എന്താണ് എന്ന് കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് നിങ്ങൾ കേട്ടാൽ ഫഅർഇഹാ സമഅക്, നന്നായി ശ്രദ്ധിക്കണം. കാരണം ഇനി പറയാനിരിക്കുന്നത് എന്തെങ്കിലും ഒരു കൽപ്പനയാണ്, അതല്ലെങ്കിൽ അള്ളാഹു നിന്നോട് വിലക്കാൻ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ആയത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലേ മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും, യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും, ലാ തർഫഉ നിങ്ങൾ ഉയർത്തരുത്, അസ്വാതകും നിങ്ങളുടെ ശബ്ദങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം, ഫൗഖ സൗത്തിൻ നബി, ഫൗഖ മുകളിൽ, സൗത്തിൻ നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിന് മുകളിൽ മുഅ്മിനീങ്ങളെ നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്താൻ പാടില്ല. അവിടുത്തെ ശബ്ദം അവിടുത്തെ ഒരു സ്ഥലത്തുണ്ട്, അപ്പോൾ അവിടുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സംസാരത്തിൻ്റെ ശബ്ദത്തെക്കാൾ ഉയർച്ചയിൽ നിങ്ങൾ സംസാരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുകയാണെങ്കിലും വേറെ ഒരാളോട് സംസാരിക്കുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ള ഒരു സന്നിധിയിൽ അവിടുന്ന് ഉയർത്തുന്ന ശബ്ദത്തെക്കാൾ ഉച്ചത്തിൽ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല. നിങ്ങൾ ശബ്ദം താഴ്ത്തി സംസാരിക്കണം. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുമ്പോഴാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ല, ഇനി ഇപ്പുറത്തുള്ള ഒരാളോട് സംസാരിക്കാൻ. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ട് എങ്കിൽ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിന് മുകളിൽ നിങ്ങളുടെ ശബ്ദം ഉയർത്തരുത്. അപ്പോൾ പറഞ്ഞതിൻ്റെ നേരെ വിപരീതാർത്ഥം എന്താണ്? ശബ്ദം ഉയർത്തരുത് എങ്കിൽ ശബ്ദം താഴ്ത്തണം. വളരെ അദബോടുകൂടി, മര്യാദയോടുകൂടി, സൗമ്യമായ സംസാരത്തോടുകൂടി, ആദരവോടുകൂടി അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉള്ള സന്നിധിയിൽ വെച്ച് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നീട് അള്ളാഹു പറയും, വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹ്രി ബഅദികും ലിബഅദിൻ, വലാ തജ്ഹറൂ, നിങ്ങൾ ജഹ്ർ നടത്തരുത്, ഉച്ചത്തിലാക്കരുത്. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരത്തിൽ നിങ്ങൾ ശബ്ദം അധികരിപ്പിക്കരുത് അല്ലെങ്കിൽ പ്രകടമാക്കരുത്. എങ്ങനെ? കജഹ്രി ബഅദികും ലിബഅദിൻ, നിങ്ങളിൽ ചിലർ മറ്റു ചിലരോട് സംസാരിക്കുന്നത് പോലെ. ഈ ആയത്തിന് രണ്ട് തഫ്സീർ പറയപ്പെട്ടിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് സംസാരിക്കുമ്പോൾ, നേർക്ക് നേരെ സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കേണ്ടത് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് പോലെയല്ല. ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല, താഴ്ന്ന ശബ്ദത്തോടു കൂടി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. നമ്മൾ കഴിഞ്ഞ ആയത്തിൻ്റെ തഫ്സീറിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം പിന്നീട് അഖിസ്സിറാർ, അള്ളാഹുവിൻ്റെ റസൂലിനോട് ഒരു രഹസ്യം പറയുന്നത് പോലെയാണ് സംസാരിക്കാറുണ്ടായിരുന്നത്. അദ്ദേഹത്തോട് കാര്യം മനസ്സിലായിട്ടില്ല എന്ന് പറയേണ്ടി വരും ശബ്ദം ഉയർത്തണമെങ്കിൽ. അത്ര ശബ്ദം താഴ്ത്തിക്കൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സംസാരിച്ചിരുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സദസ്സിൽ നിങ്ങൾ ശബ്ദം ഉയർത്താൻ പാടില്ല. റസൂലിനോട് സംസാരിക്കുമ്പോഴാണെങ്കിലും വേറെ ഒരാളോട് സംസാരിക്കുകയാണെങ്കിലും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുകയാണെങ്കിലോ വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹ്രി ബഅദികും ലിബഅദിൻ, നിങ്ങളിൽ ചിലർ മറ്റു ചിലരോട് സംസാരിക്കുന്നത് പോലെ അവിടുത്തോട് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. അപ്പോൾ ഒരു തഫ്സീർ അതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുമ്പോൾ ശബ്ദമുയർത്തരുത്. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് രണ്ട് കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞു ലാ തർഫഉ അസ്വാതകും, ശബ്ദമുയർത്തരുത് എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള സന്നിധിയിൽ മൊത്തത്തിൽ ബാധകമാണ്. അള്ളാഹുവിൻ്റെ റസൂലിനോട് സംസാരിച്ചാലും ബാധകമാണ്, വേറെ ഒരാളോട് സംസാരിക്കുകയാണെങ്കിലും ബാധകമാണ്. അവിടുത്തെ സന്നിധിയിലെത്തിയാൽ ശബ്ദം താഴ്ത്തണം. വലാ തജ്ഹറൂ ലഹു എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുമ്പോൾ അപ്പോഴേക്ക് പ്രത്യേകമായും ബാധകമാണ്. അപ്പോൾ സദസ്സിൽ ഇരിക്കുമ്പോൾ ശബ്ദം ഉയർത്താൻ പാടില്ല,
അവിടത്തോട് നേരെ വന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക. എങ്കിൽ പോലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പാടില്ല. വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്. അപ്പോൾ ഒരു തഫ്സീർ അതാണ്. രണ്ടാമത്തെ തഫ്സീർ ചില പണ്ഡിതന്മാർ പറഞ്ഞു, വലാ തുനാദൂഹു ബിഇസ്മിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ പേരിൽ നിങ്ങൾ വിളിക്കാൻ പാടില്ല. യാ മുഹമ്മദ് എന്ന് വിളിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് വിളിച്ചുകൊണ്ട് അവിടുത്തെ അഭിസംബോധന ചെയ്യരുത്. പിന്നെ എങ്ങനെ വിളിക്കേണ്ടത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് അള്ളാഹു നൽകിയ വിശേഷണം കൊണ്ടേ അവിടുത്തെ വിളിക്കാൻ പാടുള്ളൂ. അപ്പോൾ എങ്ങനെ വിളിക്കണം? യാ നബി അല്ലാഹ്, യാ റസൂൽ അല്ലാഹ്. അതുകൊണ്ട് സഹാബികളുടെ ഹദീസൊക്കെ കാണുമ്പോൾ എന്താ ഉള്ളത്? എല്ലാ സഹാബികളും വന്നിട്ട് എങ്ങനെയാണ് പറയുന്നത്? യാ മുഹമ്മദ് എന്നാണോ സംസാരിക്കുന്നില്ല, യാ റസൂൽ അല്ലാഹ്, യാ നബി അല്ലാഹ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പേരെടുത്ത് വിളിക്കാൻ പാടില്ല. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പേരെടുത്ത് വിളിക്കും. അബൂബക്കർ സിദ്ദീഖ് ഉമറിനെ വിളിക്കുന്നത് യാ ഉമർ എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കറിനെ വിളിക്കുന്നത് യാ അബൂബക്കറിൻ എന്നാണ്. അങ്ങനെ നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ വിളിക്കാൻ പാടില്ല. അപ്പോൾ രണ്ടാമത്തെ തഫ്സീർ അതാണ്. രണ്ട് തഫ്സീർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഏതൊക്കെ രണ്ട് തഫ്സീർ? ഒന്ന്, നേരിട്ട് സംസാരിക്കുമ്പോൾ ശബ്ദം ഉയർത്തരുത്, ശബ്ദം ഉയർത്താൻ പാടില്ല. ജഹർ എന്ന് പറഞ്ഞാൽ ശബ്ദം ഉച്ചത്തിൽ പറയുന്നതിന് പറയും. രണ്ട്, വലാ തജ്ഹറു ലഹു ബിൽ ഖൗൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾ ഒരിക്കലും അവിടുത്തെ പേര് വിളിച്ചുകൊണ്ട് സംസാരിക്കാൻ പാടില്ല. ഇത് വിശുദ്ധ ഖുർആനിൽ തന്നെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം. ഖുർആനിൽ എവിടെയും അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പേരെടുത്ത് വിളിച്ചിട്ടില്ല. അവിടുത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത ആയത്തുകളിലും വന്നിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് യാ മുഹമ്മദ് എന്ന് ഖുർആനിലില്ല. ഖുർആനിൽ എന്താ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥയോ അവിടുത്തെ വിശേഷണമോ ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്യുമ്പോൾ സ്വീകരിച്ചത്. യാ നബി അല്ലാഹ്, യാ അയ്യുഹൻ നബി, യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ. നോക്കൂ, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പേര് വിളിച്ചിട്ടില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ പറയും പ്രൊണൗൺ എന്ന് പറയും, അല്ലേ? ഹീ എന്ന് പറയും, അവൻ എന്ന് പറയുന്ന ആ സന്ദർഭത്തിൽ ഹുവ എന്ന അറബിയിൽ പറയും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ മുഹമ്മദ് എന്ന പേരുണ്ട്. മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണ്. ഖുർആൻ വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് വേറെയും സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന് ചുരുക്കം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യുമ്പോൾ യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ പാടില്ല. അറിവില്ലാത്ത അറാബികൾ ചിലർ യാ മുഹമ്മദ് എന്ന് വിളിച്ചത് ഹദീസുകളിൽ ചിലതിൽ കാണാൻ സാധിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം തൊട്ടു മുൻപുള്ള ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം അതേപോലെ തന്നെ ഈ ആയത്തിലും പറയപ്പെട്ടിട്ടുണ്ട്. തൊട്ടു മുൻപുള്ള ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞതാണ്. എന്തായിരുന്നു അത്? അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു നിവേദക സംഘത്തിൻ്റെ നേതാവായി ആരെ നിശ്ചയിക്കണം എന്ന കാര്യത്തിനു വേണ്ടി തർക്കിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തർക്കത്തെ വിലക്കിക്കൊണ്ട് അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിനെ റസൂലിനെ മറികടന്ന് നിങ്ങൾ അഭിപ്രായം പറയാൻ പാടില്ല. അതേ സംഭവം തന്നെയാണ് ഈ ആയത്തിൻ്റെയും അവതരണ പശ്ചാത്തലം എന്ന് സഹാബികളിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖും ഉമർ റളിയല്ലാഹു അൻഹുവും തർക്കിച്ചപ്പോൾ അവരുടെ ശബ്ദമുയർന്നു. അതിനെ വിലക്കിക്കൊണ്ടാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സബബുൻ നുസൂൽ ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് ഉസൂൽ തഫ്സീർ പഠിക്കേണ്ടതുണ്ട്. തഫ്സീർ ഖുർആനിൻ്റെ വ്യാഖ്യാനം മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന അടിസ്ഥാന നിയമങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട വിജ്ഞാനമാണ് ഉസൂൽ തഫ്സീർ. അപ്പോൾ അതിലാണ് ഈ സബബുൻ നുസൂൽ അതിനെക്കുറിച്ച് പറയുക. ചിലപ്പോൾ ഒരേ ആയത്ത് വ്യത്യസ്ത സംഭവങ്ങൾക്കുള്ള മറുപടിയായി അവതരിക്കും. ഒരൊറ്റ ഒരായത്ത് വ്യത്യസ്ത സംഭവങ്ങൾക്കുള്ള മറുപടിയായിരിക്കും. ഒരേ ആയത്തിൽ തന്നെ വ്യത്യസ്ത സംഭവങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുകയും അതിനുള്ള
നിർദ്ദേശങ്ങൾ പറയുകയും ചെയ്തു. അവിടെ ആയത്തൊന്നാണ്, പക്ഷേ സംഭവങ്ങൾ പലതായിരിക്കും. ഖുർആനിലെ തഫ്സീറിൽ നമ്മൾ എടുത്തു നോക്കിയാൽ പല തഫ്സീറിലും ഒരു ആയത്തിൽ തന്നെ അതിൻ്റെ കാരണമായി പല പല സംഭവങ്ങൾ എടുത്തു കൊടുക്കുന്നത് കാണാം. ചിലപ്പോൾ ഒരു സംഭവത്തിൻ്റെ കാരണമായി ഒന്നിലധികം ആയത്ത് അവതരിക്കും. അപ്പോൾ ഇവിടെ ഒരേ സംഭവം ഒന്നാണ്, പക്ഷേ 2 ആയത്ത് അവതരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ആയത്ത് അതിൽ അവൻ്റെ റസൂലിനെ മറികടക്കരുത് എന്ന് പറഞ്ഞു. ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ശബ്ദമുയർത്താൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ട് ആയത്തുകൾ ഒരേ സംഭവത്തെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഈ പറഞ്ഞത് മനസ്സിലാക്കാവുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ. ഈ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ തെളിവ് പിടിച്ച ചില കാര്യങ്ങളുണ്ട് അല്ലേ. ഈ ആയത്ത് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ശബ്ദമുയർത്തരുത് എന്ന് പറയുമ്പോൾ ഈ ആയത്ത് സഹാബികൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർക്ക് മാത്രം ബാധകമാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഈ ആയത്തുകൊണ്ട് എന്താണ് പ്രയോജനം? അങ്ങനെ ചില ആളുകൾ ചോദിച്ചേക്കാം. ഉലമാക്കൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടുത്തെ സന്നിധിയിൽ ശബ്ദമുയർത്താൻ പാടില്ല എന്നാണ് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റു ചില പാഠങ്ങളുണ്ട്. അതിലൊരു കാര്യം അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അരികിൽ ശബ്ദമുയർത്താൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അരികിൽ ശബ്ദമുയർത്തരുത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മസ്ജിദ് നബവിയിൽ ഇരിക്കാൻ, അപ്പോൾ സായിബ് ഇബ്നു യസീദ് അദ്ദേഹം പറയാണ്, ഒരാൾ എന്നെ ചരൽക്കല്ല് കൊണ്ട് ഇങ്ങനെ എറിഞ്ഞു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇദ്ഹബ് ഫഅതിനി ബിഹാദൈനി റജുലൈൻ. ഇതാ മസ്ജിദിൽ കാണുന്ന 2 ആളുകളുണ്ടല്ലോ, അവരെ 2 പേരെയും കൊണ്ട് വിളിച്ചു കൊണ്ടുപോവാ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ആ 2 ആളുകളെയും കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ അടുത്തേക്ക് ചെന്ന് കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചു, മൻ അൻതുമ ഔ മിൻ ഐന അൻതുമ. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരുന്ന ആൾക്കാരാണ്, നിങ്ങൾ ആരാണ്? അവർ പറഞ്ഞു, മിൻ അഹ്ലി ത്വായിഫ്, ഞങ്ങൾ ത്വായിഫിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ത്വായിഫ് നിങ്ങൾക്കറിയാം, മക്കയുടെ അടുത്തുള്ള സ്ഥലമാണ്, ഞങ്ങൾ ത്വായിഫുകാരാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ കുൻതുമ മിൻ അഹ്ലിൽ ബലദി ലഔജഅതുകുമ. നിങ്ങളെങ്ങാനും മദീനക്കാരിൽപ്പെട്ട ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ശിക്ഷ നൽകുമായിരുന്നു. തർഫഅനി അസ്വാതകുമ ഫീ മസ്ജിദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിലാണോ നിങ്ങൾ ശബ്ദമുയർത്തുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ പാടില്ല എന്ന് ഈ പറഞ്ഞ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പണ്ഡിതന്മാരിൽ ചില പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖബറിൻ്റെ അരികിൽ അല്ലെങ്കിൽ അവിടുത്തെ മസ്ജിദിൽ, ഉമർ റളിയല്ലാഹുവിൻ്റെ ഹദീസിലുള്ളത് മസ്ജിദ് തന്നെ, അവിടെ ശബ്ദമുയർത്താൻ പാടില്ല. ആ മര്യാദ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ജീവിച്ചിരിക്കുമ്പോൾ ആദരിക്കപ്പെടുന്നത് പോലെ അവിടുന്ന് വഫാത്തായതിനു ശേഷവും അവിടുത്തോട് ആദരവുണ്ടായിരിക്കണം. അല്ലാമത്തു ശൻഖീത്തി റഹിമഹുല്ലാഹ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ന് ആളുകൾ മസ്ജിദുൻ നബവിയിൽ വന്നാൽ ചെയ്തു കൂട്ടുന്ന വിവരക്കേടുകൾ, ജഹാലത്തുകൾ, ഖുറാഫാത്തുകൾ, അതിനുള്ള മറുപടിയാണ് ഈ ആയത്ത്. മസ്ജിദുൻ നബവിയിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ കാണാം, ആളുകൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല. ചിലർ മസ്ജിദ് നബവി കണ്ടു കഴിഞ്ഞാൽ ആർത്ത് കരയും, ഖബറിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒച്ചയിടും. അതേപോലെ തന്നെ മസ്ജിദുൻ നബവിയുടെ ഉള്ളിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഖബറിൻ്റെ സമീപ സ്ഥലങ്ങളിൽ പോയാൽ നിങ്ങൾക്ക് കാണാം, മസ്ജിദ് നബിയുടെ ഉള്ളിൽ നിന്നിട്ട് ചിലർ പാട്ട് പാടുന്നു, ഹുബ്ബുർ റസൂലിൻ്റെ പാട്ട് പാടും, ഹുബ്ബുർ റസൂലിന് വേണ്ടി പാട്ട് പാടുന്നു. അതുപോലെ തന്നെ വേറെ ചില ആൾക്കാർ ഇങ്ങനെ ആടുന്നത് കാണാം. വേറെ ചില ആളുകൾ ഖബറിൻ്റെ അടുത്തേക്ക് പോയി കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് പലതും ആലപിക്കുന്നത് കാണാം. ഇതൊന്നും മര്യാദയിൽപ്പെട്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ അവിടുത്തെ
അരികിൽ ശബ്ദമുയർത്തരുത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് വഫാത്തായാലും ശബ്ദമുയർത്താൻ പാടില്ല. അവിടുന്ന് ഹയാത്തിലുള്ളപ്പോൾ ആദരിക്കപ്പെടുന്നത് പോലെ വഫാത്തായതിനു ശേഷവും ആദരിക്കപ്പെടണം. പ്രത്യേകം മനസ്സിലാക്കി. ഇനി ആരെങ്കിലും ഇത് കൊണ്ട് കണ്ടില്ലേ, ജീവിച്ചിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആദരിക്കുന്നത് പോലെ ആദരിക്കണം പറഞ്ഞാൽ ഇനി റസൂലുള്ളാഹിനോട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് ഒരാൾ പറയേണ്ടതില്ല. കാരണം ഉമർ റളിയല്ലാഹു അൻഹു ഇപ്പോൾ മസ്ജിദിൽ വെച്ച് ശബ്ദം ഉണ്ടാക്കിയപ്പോൾ അവരെ എതിർത്തു. എന്നാൽ ഏതെങ്കിലും ഒരു സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പോയി വർത്തമാനം പറഞ്ഞിരുന്നോ? സംസാരിച്ചോ? ജീവിച്ചിരിക്കുമ്പോൾ സംസാരിക്കുന്നത് പോലെ മരിച്ചതിന് ശേഷം പോയി സംസാരിച്ചോ? ഇല്ല. സ്വഹാബികൾ അത് കാണിച്ചു തന്നിട്ടില്ല. നമുക്ക് തോന്നുന്ന പോലെയല്ല തെളിവുകൾ ഉണ്ടാക്കേണ്ടത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ. അപ്പോൾ ഒരു കാര്യം അതാണ്, ഈ ആയത്തിൽ പഠിക്കാവുന്ന ഒരു പാഠം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മസ്ജിദിൽ പോയാൽ ഒച്ചണ്ടാക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ കേൾക്കുമ്പോൾ ഈ മര്യാദ നമ്മൾ പാലിക്കണം. ഹമ്മാദ് ഇബ്നു സെയ്ദ് റഹിമഹുല്ലാഹ്, അദ്ദേഹം സലഫുകളിൽപ്പെട്ട ഒരു പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിന് മുകളിൽ ശബ്ദമുയർത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാൻ, അറാ റഫ്അ الصوت عليه بعد موته كرفع الصوت عليه في حياته. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവിടുത്തെ ശബ്ദത്തിന് മുകളിൽ ഒച്ചയുണ്ടാക്കുക എന്നത് ജീവിച്ചിരിക്കുമ്പോൾ ഒച്ചയുണ്ടാക്കുന്നത് പോലെ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ജീവിച്ചിരിക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ മരിച്ചതിന് ശേഷവും ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. فإذا قرئ حديثه وجب عليك أن تنصت له كما تنصت للقرآن. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നീ കേട്ടാൽ, കണ്ടില്ലേ, ഈ ആയത്തിൽ നിന്ന് മറ്റൊരു പാഠാണത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോൾ അവിടുന്ന് സംസാരിക്കുമ്പോൾ അവിടുത്തെ ശബ്ദം ഉയർത്താൻ പാടില്ല. അപ്പോൾ അവിടുന്ന് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ വാക്കുകളിലൂടെ ബാക്കിയുണ്ട്, ഹദീസുകൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പറയപ്പെട്ടാൽ വജബ അലൈക അൻ തുൻസിറ്റ്, നീ മിണ്ടാതിരിക്കണം, ഒച്ചണ്ടാക്കാൻ പാടില്ല, ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഹമ്മാദ് ഇബ്നു സെയ്ദ് റഹിമഹുല്ലാഹ് അദ്ദേഹം വിവരിക്കുകയാണ്. ഇന്ന് പലപ്പോഴും തർക്കങ്ങളിലും മറ്റും നമ്മൾ കാണുന്ന വേദനയുണ്ടാക്കുന്ന സംഭവങ്ങളിലൊന്ന്, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പറഞ്ഞാൽ ചിലർ ധിക്കാരം കാണിക്കുന്നു. ചില ആളുകൾ ഹദീസ് കേട്ടാൽ പറയും, ഇതൊക്കെ ഏതോ കിതാബിൽ എഴുതി വെച്ച എന്തൊക്കെയോ എന്ന്, വല്ലാ ഹൗല വലാ ഖുവത, നീ എന്താണ് ഈ പറയുന്നത്, ആരുടെ വാക്കുകളെ കുറിച്ച് ഈ പറയുന്നത്. വേറെ ചില ആളുകൾ ചില ഹദീസിൽ, ഉദാഹരണത്തിന് പലപ്പോഴും അള്ളാഹു അല്ലാത്തവരുടെ ദുആ ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്ന തെളിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാകുന്നു ഇബാദത്ത്. ഇത് കേട്ടാൽ ചിലർ പറയും, ഓ നിങ്ങൾക്കൊരു ഹദീസുണ്ട്, ചിലർ കളിയാക്കി പറയും, ഒച്ചയൊക്കെ മാറ്റി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസാണിത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വഴിപിഴച്ച ഒരാൾ, ഒരു വഴികേടിലേക്ക് നയിക്കുന്ന ഒരാൾ റസൂലുള്ളാഹിൻ്റെ ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദുർവ്യാഖ്യാനിച്ചു എന്ന് വിചാരിക്കുക. അയാൾക്ക് മറുപടി പറയുകയാണെങ്കിൽ പോലും ഹദീസ് നീ എന്ത് ചെയ്യാൻ പാടില്ല, പരിഹാസ സ്വരത്തിൽ വായിക്കാൻ പാടില്ല. അള്ളാഹിൻ്റെ റസൂലിൻ്റെ വാക്കാണത്. അയാൾ അതിനെ മോശമായി തെളിവ് പിടിച്ചതുകൊണ്ട് നീ എന്ത് ചെയ്യാൻ പാടില്ല, നീ അത് മോശമാക്കി പറയാൻ പാടില്ല. ഇതൊക്കെ ചിലപ്പോൾ വാദപ്രതിവാദങ്ങളിലും തർക്കങ്ങളിലും ഒക്കെ സംഭവിക്കുന്ന കാര്യമാണ്. ചില ആളുകളുടെ വോയിസൊക്കെ കേട്ട് കഴിഞ്ഞാൽ അല്ലേ, വാട്സപ്പിലൊക്കെ ഒരു തർക്കം തന്നെ. തർക്കത്തിൽ റസൂലുള്ളാഹിൻ്റെ ഹദീസാണ് ഈ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറയുമ്പോൾ മര്യാദ പാലിക്കാതെ സംസാരിക്കാൻ പാടില്ല എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ രണ്ട് പാഠം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന രണ്ട് പാഠം പഠിച്ചില്ലേ. ഒന്നേതാ, മസ്ജിദിൽ ഒച്ച ഉണ്ടാക്കാൻ പാടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസ് കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കണം. മറ്റൊരു പാഠം ഇതിൽ നിന്ന് നമുക്ക് വേർതിരിച്ചെടുക്കാവുന്ന മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം അല്ലെങ്കിലും
ആദരിക്കപ്പെടേണ്ട ആളുകൾ അവരുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കരുത്. പ്രത്യേകിച്ച് ഉലമാക്കൾ, അതുപോലെ മുസ്ലിം ഭരണാധികാരികൾ, മുസ്ലിങ്ങളുടെ നേതൃത്വം വഹിക്കുന്ന ആളുകൾ, ഉസ്താദുമാർ, മാതാപിതാക്കൾ, ഇവരുടെ അരികിൽ ശബ്ദമുയർത്തി സംസാരിക്കുന്നത് പാടില്ല. അവരുടെ ശബ്ദത്തെക്കാൾ താഴ്ത്തിക്കൊണ്ടേ നീ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ. ഞാൻ പറഞ്ഞു ഇതിൻ്റെ വ്യത്യാസം, ശബ്ദമുയർത്തരുത് എന്ന് പറഞ്ഞതും ഈ പറഞ്ഞ വാക്കിൻ്റെ വ്യത്യാസം ഞാൻ പറഞ്ഞു. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ അവിടുത്തോട് സംസാരിച്ചാലും അല്ലെങ്കിലും ബാധകമാണ്. ഇതോ വലാ തജ്ഹറൂ ലഹു എന്ന് പറഞ്ഞതോ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ ലാ തജ്അലൂ ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദൻ. സൂറത്തുൻ നൂറിൽ 63-ാമത്തെ ആയത്താണത്. നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്നത് നിങ്ങൾ തമ്മിൽ വിളിക്കുന്നത് പോലെ വിളിക്കാൻ പാടില്ല എന്ന് സൂറത്തുൻ നൂറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മര്യാദ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ആദരിക്കപ്പെടുന്ന സ്ഥലത്തല്ലാതെ പറയാൻ പാടില്ല. ഇതിന്ന് ആളുകൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിന് ആദരവുണ്ട്. ആ ആദരവിൽപ്പെട്ടതാണ് മോശമായ സ്ഥലങ്ങളിൽ ആ പേര് കൊണ്ടുവരാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടുത്തെ പരിഹസിക്കുകയും എതിർക്കുകയും മോശം പറയുകയും ചെയ്യുന്ന പല ആൾക്കാരും അവിടുത്തെ പേര് കളിയാക്കിക്കൊണ്ടും മറ്റും പറഞ്ഞാൽ അത് അതുപോലെ നമ്മൾ കേൾപ്പിക്കാൻ പാടില്ല. ചില ആൾക്കാർ ക്ലിപ്പിടും. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമായി പറയുന്നത് ക്ലിപ്പിടേണ്ടതില്ല. അവൻ പറയുന്ന ആ വാദം നീ നിൻ്റെ നാവ് കൊണ്ട് മര്യാദയുള്ള വാക്കിൽ സംസാരിക്കുക, എന്നിട്ട് നീ അതിന് മറുപടി പറഞ്ഞാൽ മതി, അല്ലാതെ അതിന് ക്ലിപ്പിടേണ്ട കാര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശം പറയുന്നത് കേൾക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിന് അതീവ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം അവിടുത്തെ കുറിച്ചൊരു മോശം കേൾക്കുക എന്നുള്ളത് മറുപടി പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമുക്ക് പ്രയാസകരമായ കാര്യമാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഈ ആൾക്കാരിൽ ചിലർ, മുസ്ലിങ്ങളായ ചില ആൾക്കാർ തന്നെ ഈ അള്ളാഹുവിൻ്റെ റസൂലിനെ മോശം പറയുന്ന വീഡിയോകൾ പോയി കാണുക. എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? നിങ്ങൾ അവർക്ക് പണമുണ്ടാക്കാനുള്ള വഴി ഒരുക്കി കൊടുക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ റസൂലിനെ മോശം പറയുന്നതാണ് ഈ കേട്ടിരിക്കുന്നത്. അത് കേൾക്കരുത്. എങ്ങനെ ഒരാൾക്കത് കേൾക്കാൻ പറ്റുക? അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള നമ്മുടെ സ്നേഹം, ഹൃദയത്തിലുള്ള മഹബ്ബത്ത് ചെറുതല്ല, അത് വളരെ വലുതാണ്, വളരെ വലുതാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തങ്ങളെക്കാൾ, മനുഷ്യരിൽ എല്ലാവരേക്കാളും, മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും എല്ലാം നിങ്ങൾ സ്നേഹിക്കേണ്ട ആരെയാണ്? ആരെയൊക്കെ സ്നേഹിക്കേണ്ടത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ നമ്മളോട് ഒരാൾ റസൂലുള്ളാഹിനെ മോശം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് ഒരാൾ മോശം പറഞ്ഞ് കേട്ടിരിക്കുമോ? എന്താ? ഇല്ല. ഒന്നല്ലേ നമ്മൾ പ്രതികരിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമ്മൾ വെറുതെ പോയിരുന്ന് കേൾക്കാൻ നിൽക്കില്ല. അഭിമാനബോധമുള്ള ഒരാളത് ചെയ്യില്ല. നമ്മുടെ അഭിമാനവും നമ്മുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും അഭിമാനമൊക്കെ നമുക്ക് വിലപ്പെട്ടതിനേക്കാൾ നമുക്ക് എന്തുകൊണ്ടും വിലപ്പെട്ടത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിമാനമാണ്. അപ്പം അത് വ്രണപ്പെടുത്തുന്ന സംസാരങ്ങൾ പോയി കേൾക്കുക എന്നത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇത് കേൾപ്പിക്കുക എന്നുള്ളത് ശരിയല്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മോശം ആയ ആൾക്കാരുടെ പേരുകളോടൊപ്പം പറയാൻ പാടില്ല. അത് മര്യാദയിൽപ്പെട്ടതാണ്. ഖറാഫി റഹിമഹുല്ലാഹ് അദ്ദേഹമാണെന്നാണ് എൻ്റെ ഓർമ്മ. ജസ്സാസിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം എഴുതി, അല്ലെങ്കിൽ ഖറാഫി അല്ലെങ്കിൽ ഇബ്നു ഖുതൈബ റഹിമഹുല്ലാഹ് ഇവരിൽ ഒരാളാണ്. ജസ്സാസ് എന്ന പണ്ഡിതൻ അദ്ദേഹത്തെ, അല്ലെങ്കിൽ ജസ്സാസ് എന്ന ഗ്രന്ഥകാരൻ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പറഞ്ഞതിന് ശേഷം തൊട്ടുടനെ കാണാം ചിലപ്പോൾ ജനങ്ങളിൽ ഒരു വിലയുമില്ലാത്ത വൃത്തികെട്ട ജീവിതം നയിച്ച ആളുകളുടെ വാക്കുകളും കൊടുത്തിരിക്കുന്നത് കാണാം. ആളുകൾ പറയില്ലേ, എന്താ പറയുക,
യുക്തിവചനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുക. റസൂലുള്ളാഹിൻ്റെ വാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുത്തിട്ടുള്ളത് ചിലപ്പോൾ മുസ്ലിം പോലല്ലാത്ത ആൾക്കാരെ വാക്കായിരിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും വൃത്തിയില്ലാത്ത ആളുകളുടെ പേരുകളായിരിക്കും. ഒരാളും ഒരിക്കലും ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയാം, എന്നിട്ട് പിന്നെ ഒരു സിനിമാ നടൻ്റെ പേര് പറയാം, എന്നിട്ട് അങ്ങനെ പറയരുത്. അദ്ദേഹത്തിന് മറുപടി നൽകിയപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരും ഈ പറയപ്പെടുന്ന ആളുകളുടെ പേരും ഒരു സെൻറ്റൻസിൽ അവിടെ നിൽക്കട്ടെ. ഒരു സെൻറ്റൻസിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ചല്ല, ഒരു പേജിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ചല്ല ഞങ്ങൾ പറയുന്നു. ഒരു പുസ്തകത്തിൽ പോലും ഒരുമിച്ച് കൊണ്ടുവരാൻ പാടില്ല എന്ന് ഉലമാക്കൾ ചില പറഞ്ഞേക്കാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ചില സമയത്ത് കൊണ്ടുവരേണ്ടതുണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് മറുപടി പറയുമോ മറ്റൊക്കെ വേണ്ടി വരുന്ന സമയങ്ങൾ പറയേണ്ടി വരും. ഇപ്പോൾ അബൂജഹലിൻ്റെ പേര് ചിലപ്പോൾ പറയേണ്ടി വരും. പക്ഷേ ഇത് പറയുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, രണ്ടും ചേർത്ത് പറയരുത്. ഉദാഹരണത്തിന് ആൾ പറയാൻ അബൂജഹലും പിന്നെ റസൂലുള്ളാഹിൻ്റെ പേര് പറഞ്ഞിട്ട് പറയരുത്, അവർ രണ്ടുപേരും എന്ന് പറയരുത്. മറിച്ച് വേർതിരിച്ചു പറയുക, വാക്കുകൾ കൊണ്ട് വേർതിരിക്കുക, ദൂരമുണ്ടാക്കുക. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാലിക്കേണ്ട മര്യാദയാണ്. ഇതൊക്കെ അദബുകളാണ്, മര്യാദകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാലിക്കേണ്ട മര്യാദകളാണ്. അള്ളാഹു പറയാൻ വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹ്ബത അഅമാലുകും. ശരി, നിങ്ങളോട് അള്ളാഹു പറഞ്ഞത് എന്താണ്? ശബ്ദം ഉയർത്താൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ഉയർത്തിയാൽ എന്തു സംഭവിക്കും? അൻ തഹ്ബത അഅമാലുകും. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിന് മുകളിൽ ശബ്ദം ഉയർത്തിയാൽ തഹ്ബത്ത് എന്ന് പറഞ്ഞാൽ നിഷ്ഫലമാകും, വൃഥാവിലാകും. ഹബിത എന്ന വാക്ക് അറബിയിൽ അത് പ്രയോഗിക്കുന്നതിനെക്കുറിച്ച് ഭാഷാ പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു, ഹുബൂത്ത് എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങൾ ഒരു ഉപകാരവുമില്ലാതെ നശിച്ചു പോകുന്നതിനാണ് അങ്ങനെ പറയുക. ചില ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു മൃഗം പശുവോ മറ്റോ ധാരാളം ഭക്ഷണം കഴിച്ചു, കുറേ കഴിച്ചു, അമിതമായി കഴിച്ച് അതിൻ്റെ വയറ് അസുഖം ബാധിച്ച് അത് ചത്തുപോയാൽ അതിന് ഹബൂത്ത് എന്ന് പറയാറുണ്ട്. ഹബത്ത് എന്ന വാക്ക് അതിൻ്റെ അർത്ഥങ്ങളിൽ ഒന്നെന്താണ്? ഒരു മൃഗം കുറേ ഭക്ഷണം കഴിച്ചു അവസാനം വയറ് വീർത്ത് വയറ് കേടുവന്നു, അത് ചത്തുപോയി എങ്കിൽ അതിന് ഈ പദം ഉപയോഗിക്കും. അപ്പോൾ കുറേ കഴിച്ചതുകൊണ്ട് ഉപകാരമാണ് ഉണ്ടായത്, അല്ല നേരെ വിപരീത ഫലമാണ് ഉണ്ടായത്. ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ? ജീവൻ നിലനിർത്താനാണ്. ഭക്ഷണം കഴിച്ചു, കുറേ കഴിച്ചു, അതൊന്നും ഉപകരിച്ചില്ല, അത് ചത്തുപോയി, വിപരീത ഫലമുണ്ടായി, ആ ഭക്ഷണം പ്രയോജനമില്ലാതെയായി. അള്ളാഹു പറയാൻ അൻ തഹ്ബത അഅമാലുക്കും. നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തിയാൽ നിങ്ങളുടെ അമലുകൾ ബാത്തിലായി പോകും, നിഷ്ഫലമായി പോകും. അൻ തഹ്ബത അഅമാലുക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ബാത്തിലാകും. വ അൻതും, നിങ്ങളുടെ അവസ്ഥ എന്താണ്? ലാ തശ്ഉറൂൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അറിയുന്നു പോലും ഉണ്ടാവുകയില്ല. തശ്ഉറൂൻ എന്ന് പറഞ്ഞാൽ ഒരാൾ പിന്നെ ഒരു കാര്യം അറിയുക, അയാൾക്കത് മനസ്സിലാവുക, ബോധ്യപ്പെടുക. ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാത്ത രൂപത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകും. അപ്പോൾ അമലുകൾ, ചില പണ്ഡിതന്മാർ പറഞ്ഞു, നന്മകൾ തിന്മകളെ ഇല്ലാതെയാക്കുന്നത് പോലെ ചില തിന്മകൾ നന്മകളെയും ഇല്ലാതെയാക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഹുബൂത്ത് അല്ലെങ്കിൽ ഇഹ്ബാത്ത് എന്നത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് നന്മകൾ തിന്മകളെ ഇല്ലാതെയാക്കുന്നതാണ്, രണ്ട് തിന്മകൾ നന്മകളെ ഇല്ലാതെയാക്കുന്നതാണ്. ഇത് രണ്ടുമുണ്ട്. ഇന്നൽ ഹസനാതി യുദ്ഹിബ്ന സയ്യിആത്ത്, നന്മകൾ തിന്മകളെ ഇല്ലാതെയാക്കുന്നതാണ്. ഇതേപോലെ തിന്മകൾ നന്മകളെയും ഇല്ലാതെയാക്കും. ഇപ്പോൾ സ്വദഖയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, ലാ തുബ്തിലു സ്വദഖാതികും ബിൽ മന്നി വൽ അദാ, നിങ്ങളുടെ ദാനധർമ്മങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ദാനം കൊടുത്ത ആളെ ഉപദ്രവിച്ചുകൊണ്ട് നിങ്ങൾ ഇല്ലാതെയാക്കരുത് അല്ലേ. അപ്പോൾ സ്വദഖ ഇല്ലാതെയാകാൻ ഇത് കാരണമാകും. റിയാ അമൽ ബാത്തിലാക്കുന്ന കാര്യമാണ്. എല്ലാ പ്രവർത്തനങ്ങളെയും ഒന്നടങ്കം നശിപ്പിച്ച് കളയുന്ന ഒരേ ഒരു തിന്മയേ ഉള്ളൂ. അതേതാണ്? ഇത് ശിരിക്കാൻ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, വലൗ അശ്റകൂ
ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവർ ഷിർക്ക് ചെയ്താൽ, നബിമാരെ കുറിച്ചാണ് ഈ പറഞ്ഞത്. ഈ ആയത്തിന് തൊട്ട് മുൻപ് കുറേ നബിമാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നു വലൗ അശ്റകൂ, അവർ ഷിർക്ക് ചെയ്താൽ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതെല്ലാം ഹബിത, കണ്ടില്ലേ, ബാത്തിലാകും. വലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്, അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് ഷിർക്ക് ചെയ്താൽ അങ്ങയുടെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമാകും. അപ്പോൾ ഷിർക്കാണ് എല്ലാ പ്രവർത്തനത്തെയും ഇല്ലാതെയാക്കുന്നത്. അതുപോലെ തന്നെ റിദ്ദത്ത്, ഇസ്ലാം ഉപേക്ഷിക്കുക എന്നുള്ളത്, അതുപോലെ കുഫർ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുക എന്നുള്ളത്, അത് എല്ലാ അമലുകളെയും നിഷ്ഫലമാക്കി കളയും. എന്നാൽ മറ്റു ചില തിന്മകൾ അമലുകളിൽ ചിലതിനെ നിഷ്ഫലമാക്കി കളയും. അതിൽപ്പെട്ടതാണ് ഇപ്പോൾ ഈ പ്രവർത്തനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മര്യാദകേട് അമലുകളെ ബാത്തിലാക്കി കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മര്യാദ കാണിക്കുന്നതോ അവിടുത്തോട് അദബ് കാത്തു സ്വീകരിക്കുന്നതോ അമലുകൾ സ്വീകരിക്കപ്പെടാനുള്ള കാരണമാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ മര്യാദകളിൽ ഒന്നെന്താണ്? സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത് ദുആ സ്വീകരിക്കപ്പെടാനുള്ള കാരണമാണ്. കാരണം എന്താ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദബ് പാലിക്കപ്പെട്ട ഇബാദത്താണ്. നോക്കൂ നിങ്ങൾ, ഇബാദത്തുകൾ എത്ര സ്ഥലങ്ങളിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള സ്മരണയുള്ളത്. അദാനിൽ ബാങ്ക് കൊടുക്കുമ്പോഴുണ്ട്, ഇഖാമത്തിലുണ്ട്, നിസ്കാരത്തിൽ നമ്മൾ നിസ്കാരത്തിൽ തഹിയ്യാത്തിലുണ്ട്, ദുആഇൻ്റെ സന്ദർഭത്തിൽ സ്വലാത്ത് ചെല്ലാനുള്ള സുന്നത്താണ്. അതുപോലെ എത്രയോ സന്ദർഭങ്ങൾ ഷഹാദത്ത് ചൊല്ലുമ്പോഴൊക്കെ അതിനോടൊപ്പം എന്തുണ്ട്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിനൊപ്പം അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന വാക്കുണ്ട്. അപ്പം അമലുകൾ സ്വീകരിക്കപ്പെടാൻ സഹായിക്കുന്ന കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവ്. അമലുകൾ നിഷ്ഫലമാകാനുള്ള കാരണമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അനാദരവ് എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശരി, ഈ ആയത്തിൽ നിന്ന് പഠിക്കാവുന്ന അനേകം പാഠങ്ങളുണ്ട്. ഞാൻ ഒന്ന് രണ്ട് കാര്യം മാത്രം പറയാം, നിർത്തുക. ഒന്ന്, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ വാക്കാണ്, മനോഹരമായ വാക്കാണത്. അതിൻ്റെ മനോഹാരിത കാരണത്താൽ ഞാൻ ആ വാക്ക് അതുപോലത്തെ എടുത്ത് വായിക്കാം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാൻ, ഇദാ കാന റഫ്ഉ അസ്വാതിഹിം ഫൗഖ സൗതിഹി സബബൻ ലിഹുബൂത്തി അമാലിഹിം, അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിന് മുകളിൽ ശബ്ദമുയർത്തി എന്നത് അവരുടെ അമലുകൾ നിഷ്ഫലമാകാൻ കാരണമായെങ്കിൽ ഫകൈഫ തഖ്ദീമു ആറാഇഹിം വഉഖൂലിഹിം, അപ്പോൾ നീ ചിന്തിച്ചു നോക്കുക, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനത്തിന് മുകളിൽ അവരുടെ തീരുമാനത്തെ അവർ വച്ചിരുന്നെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്ക് മുകളിൽ അവരുടെ ബുദ്ധിയെ അവർ പ്രതിഷ്ഠിച്ചിരുന്നു എങ്കിൽ, വഅദ്വാഖിഹിം വസിയാസാതിഹിം വമആരിഫിഹിം അലാ മാ ജാഅ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആദർശത്തിന് മുകളിൽ അവരുടെ രാഷ്ട്രീയത്തെ അവർ നിശ്ചയിച്ചിരുന്നെങ്കിൽ, അവരുടെ അറിവുകളെ അവർ വച്ചിരുന്നു എങ്കിൽ, അവരുടെ വികാരത്തെ അവർ പ്രതിഷ്ഠിച്ചിരുന്നു എങ്കിൽ. നോക്കൂ, ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു, അതിന് മുകളിൽ നിൻ്റെ റഅയ്, നിൻ്റെ അഭിപ്രായം അതിനേക്കാൾ മുന്നിൽ വെക്കുക പാടില്ല. ഒരിക്കൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അരികിൽ ഒരിക്കൽ ഒരാൾ ഒരു മതവിധി ചോദിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹം ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കേൾപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഈ വന്ന ആൾ അയാൾ പറഞ്ഞു, വമാദാ തഖൂൽ, ഷാഫിഈ നിങ്ങൾ ഹദീസ് പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇമാം അവറുകൾ അദ്ദേഹത്തിൻ്റെ മുഖം കാട്ടുത്ത ദേഷ്യത്തിൽ ചുവന്നു തൊടുത്തു. അദ്ദേഹം പറഞ്ഞു, നീ എന്നെ ഒരു പള്ളിയിലച്ഛനായിട്ടാണോ കാണുന്നത്? ഒരു യഹൂദ റബ്ബിയായിട്ടാണോ നീ എന്നെ കാണുന്നത്? എൻ്റെ കഴുത്തിൽ പള്ളിയിലച്ഛന്മാർ ധരിക്കുന്ന മാലുണ്ടോ? റബ്ബിമാർ ധരിക്കുന്ന വസ്ത്രം ഇട്ടിട്ടാണോ ഞാനിവിടെ നിൽക്കുന്നത്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് ഞാൻ പറഞ്ഞു തന്നതിന് ശേഷം നീ എന്നോട് ചോദിക്കണം നിൻ്റെ അഭിപ്രായം എന്താണെന്ന്. റസൂലുള്ള ഒരു കാര്യം പറഞ്ഞാൽ പിന്നെന്താ അഭിപ്രായം? ഓക്കെ, ഇമാമിങ്ങൾ റഹിമഹുമുല്ലാഹ് അവരുടെ ഗൗരവം നോക്കൂ വിഷയത്തിലുള്ള. അതുകൊണ്ടാണ് അവരെല്ലാവരും പറഞ്ഞ വാക്കാണ് എന്ത്? ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, ഹദീസ് സഹീഹായാൽ അതാകുന്നു എൻ്റെ മദ്ഹബ്. പിന്നെ എൻ്റെ അഭിപ്രായം, എൻ്റെ വീക്ഷണം
ഒരു കാര്യമില്ല. അപ്പോൾ റായി, നിൻ്റെ അഭിപ്രായങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന് മുകളിൽ വെക്കാൻ പാടില്ല. വഉഖൂലിഹിം, നിൻ്റെ ബുദ്ധി എൻ്റെ ബുദ്ധിക്ക് പറ്റുന്നില്ല പറയാൻ പാടില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അത് അവിടുന്ന് പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ടു, നിൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലേ, നിൻ്റെ ബുദ്ധിക്ക് എന്തോ കുഴപ്പമുണ്ട്, നിനക്കെന്തോ ബുദ്ധി പ്രശ്നമുള്ള ആളാണ്. ഇതൊക്കെ ആളുകൾക്ക് ഭൗതിക വിഷയങ്ങൾ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഞാനിപ്പോൾ ഇത് പറഞ്ഞാൽ ചില ആളുകൾ ബുദ്ധി അത്രയ്ക്ക് വിലയില്ലേ ബുദ്ധിക്ക് എന്ന് പറയും അല്ലേ. കെമിസ്ട്രിയിലോ ഫിസിക്സിലോ എന്തെങ്കിലും നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിലോ, കെമിസ്ട്രി തെറ്റാണെന്ന് നീ എപ്പോഴെങ്കിലും പറയലുണ്ടോ? ഫിസിക്സ് തെറ്റാണെന്ന് സ്കൂളിൽ പഠിപ്പിക്കും, ടീച്ചർ കുറേ പഠിപ്പിച്ചു അല്ലേ, A² + B² എന്ന് പഠിപ്പിച്ചു, കുറേ പഠിപ്പിച്ചു, നിനക്ക് മനസ്സിലായില്ല. എപ്പോഴും നീ പറയുമോ A² + B²? ഇതൊന്നും ബുദ്ധിക്ക് യോജിക്കുന്നതല്ല എന്ന് പറയുമോ? ഇല്ല. നിൻ്റെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് വിവരക്കേടാണോ? അല്ല. മനുഷ്യരുണ്ടാക്കി വെച്ച വിജ്ഞാനങ്ങളുടെ കാര്യം ഇതാണെങ്കിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ റബ്ബിൽ നിന്ന് വന്ന വിജ്ഞാനം ഖുർആനും സുന്നത്തും, അതിനോട് നീ എങ്ങനെയാണ് ഈ മര്യാദ എന്തുകൊണ്ടാണ് പാലിക്കാത്തത്? നിനക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നിൻ്റെ ബുദ്ധി ഒരിക്കലും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾക്ക് മുകളിൽ വെക്കാൻ പാടില്ല. വഅദ്വാഖിഹിം, വികാരങ്ങളെ ഹദീസുകൾക്ക് മുകളിൽ വെക്കാൻ പാടില്ല. ദൗഖ് എന്നാണ് വികാരം. ചില ആളുകൾ ഇതേപോലെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നാൽ ഇസ്ലാമിൽ യുദ്ധം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട സമയങ്ങളുണ്ട്, അതുപോലെ തന്നെ യുദ്ധം വിലക്കപ്പെട്ട സമയങ്ങളുമുണ്ട്. അപ്പോൾ നീ പറയാം എൻ്റെ വികാരം എന്നെ ഇതിന് സമ്മതിക്കുന്നില്ല. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം. യുദ്ധം ചെയ്യാൻ പറഞ്ഞാൽ ഇസ്ലാമിൽ യുദ്ധം അനുവദിക്കപ്പെട്ടൊരു സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത യുദ്ധങ്ങൾ വായിച്ചിട്ട് ഒരാൾ പറയും എനിക്ക് വൈകാരികമായി ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ പാടില്ല, ക്ഷമിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കൽപ്പന കേട്ടിട്ട് അവൻ പറയും ഇതൊന്നും എൻ്റെ വികാരത്തിന് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇബ്നുൽ ഖയ്യിം പറയാൻ ശബ്ദമുയർത്തിയത് കൊണ്ട് അമൽ ബാത്തിലാവുമെങ്കിൽ നിൻ്റെ വികാരം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തീരുമാനത്തിന് മുകളിൽ വെച്ചാൽ എന്തായിരിക്കും നിൻ്റെ അവസ്ഥ? 4 വസിയാസത്തിഹിം ലാ ഇലാഹ ഇല്ലല്ലാഹ്. സിയാസ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം. സിയാസ പല അർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന പദമാണ്. ഞാനിപ്പോൾ തൽക്കാലം നമ്മളെ നാട്ടിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് പറയട്ടെ. ഇവിടെ സിയാസ എന്ന് പറഞ്ഞ അർത്ഥം, അതിന് മറ്റു പല അർത്ഥങ്ങളുമുണ്ട്, എന്നാൽ ഈ അർത്ഥം അതിൽപ്പെട്ടതാണ്. നമ്മുടെ കാലഘട്ടത്തിൽ ദീന് ആളുകൾ മാറ്റിവെക്കാൻ വലിയൊരു ന്യായം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ ആളുകൾ പാലിക്കുന്ന മര്യാദകൾ, ആളുകൾ കൊണ്ടുവരുന്ന മര്യാദകൾ എത്ര വൃത്തികെട്ടതാണ്. നീ ഒരു രാഷ്ട്രീയ പാർട്ടി മെമ്പറാണെങ്കിൽ അപ്പുറത്തുള്ള പാർട്ടിയിലുള്ള ഒരാളെക്കുറിച്ച് എന്തെങ്കിലും ഒരു സ്ത്രീകളുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ സാമ്പത്തികമായി ബന്ധപ്പെട്ടോ എന്ത് കിട്ടിയാലും ഒരാൾ പറഞ്ഞോ നീ അത് എടുത്ത് നാടൊട്ടാകെ പ്രചരിപ്പിക്കുന്നു. എങ്ങനെയാണിത് ശരിയാവുക? എങ്ങനെയാണിത് യോജിക്കുക? പാടില്ല. മുസ്ലിമിനത് പറ്റില്ല. എന്ത് രാഷ്ട്രീയം പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് വ്യക്തമായി ബോധ്യമില്ലാത്തൊരു കാര്യം നീ എങ്ങനെ പ്രചരിപ്പിക്കുക? നിനക്കറിയോ അയാളത് ചെയ്തിട്ടുണ്ട്? നീ കണ്ടിട്ടുണ്ടോ? ഇത് ഗീബത്തല്ലേ? പക്ഷേ ആളുകൾ പറയും അതൊക്കെ രാഷ്ട്രീയമാണ്, മതം വേറെ രാഷ്ട്രീയമാണ്. അങ്ങനെയില്ല. ഇസ്ലാമിൽ അങ്ങനെയില്ല. മതമാണ് രാഷ്ട്രീയം പഠിപ്പിക്കുന്നത്. നിനക്ക് ഈ പറഞ്ഞ മതനിയമങ്ങളൊന്നും പാലിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല, നീ പ്രവർത്തിക്കണ്ട. ഒരു കുഴപ്പമില്ല, ദുനിയാവ് ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. പക്ഷേ ദീന് നീ പാലിച്ചിട്ടില്ലെങ്കിൽ ദുനിയാവ് അപകടത്തിലാണ്. ദുനിയാവ് മാത്രമല്ല ആഖിറത്തും അപകടത്തിലാണ്. ഇത് ആളുകൾ ശ്രദ്ധിക്കാത്ത കാര്യമാണിത്. അതുപോലെ രാഷ്ട്രീയപാട് സ്ത്രീകളെക്കുറിച്ച് പറയുക എന്നുള്ളത്, ഇതൊക്കെ ഈ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ജനങ്ങൾ ചെയ്തു വാഗ്ദാനം ലംഘിക്കുക എന്നുള്ളത് ഒന്നും ആളുകൾക്കൊരു പ്രശ്നമല്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്നെ ചെയ്യും, പറയുന്ന ആൾക്ക് എന്താ അറിയാം ഇത് ചെയ്യില്ല എന്നാലും പറയാം. വാഗ്ദാനം ലംഘിക്കാൻ പാടില്ല. നിനക്ക് ബോധ്യമില്ലാത്തൊരു കാര്യം നീ പറയരുത്. ഏത് രാഷ്ട്രീയമാണെങ്കിലും എന്താണെങ്കിലും പറയരുത്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ആൾക്കാർ പറയും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ജീവിക്കാൻ പറ്റും, ഇങ്ങനെ ജീവിക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല അങ്ങനെ ജീവിക്കാൻ.
ആളുകളെല്ലാവരും മര്യാദ കെട്ടവരാകുന്നത് കൊണ്ട് നിൻ്റെ മര്യാദകൾ നീ നശിപ്പിക്കേണ്ടതില്ല. ഇനിയിപ്പോൾ കാലങ്ങൾ കുറച്ചങ്ങ് നീങ്ങിയാൽ ചിലപ്പോൾ ജനങ്ങൾ ഇതിലും മോശമാവും. അതിനനുസരിച്ച് നീ മോശമാവണോ? നീ നന്നാവില്ലേ വേണ്ടത്? അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഹദീസുകളെ മാറ്റിവെക്കാനോ അല്ലെങ്കിൽ ദീനിനെ മാറ്റിവെക്കാനോ പാടില്ല. എത്രയോ സ്ഥലങ്ങൾ ഇനി പറയാൻ തുടങ്ങിയാൽ കുറേ പറയാനുണ്ട്. ഇപ്പോൾ പലരും മ്യൂസിക് ഹറാമാണെന്ന് പറയുന്ന ആൾക്കാർ വരെ രാഷ്ട്രീയക്കാരുടെ വീഡിയോ മ്യൂസിക് ഉണ്ടെങ്കിലും ഷെയർ ചെയ്യാൻ, എങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ എത്രയോ പറയാനുണ്ട്. പക്ഷേ സൂചിപ്പിച്ചത് മാത്രം. അഞ്ചാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, വമആരിഫിഹിം, അവരുടെ വിജ്ഞാനങ്ങൾ. സയൻസ് ഉദാഹരണം ഹദീസിൽ വന്നാൽ അവന് പറ്റില്ല, പിന്നെ സയൻസും കൂടി പറയണം. സയൻസ് എതിര് പറഞ്ഞാലോ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സയൻസ് എത്ര കാര്യങ്ങൾ പറഞ്ഞിട്ട് തിരുത്തിയിട്ടുണ്ട്, ഓരോ ദിവസവും തിരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വസ്തു എന്താണ്? അവൻ്റെ ശരീരമാണ്. അവൻ്റെ ശരീരത്തിന് ഉപകാരോപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഏതാണ് എന്ന് നിർണയിക്കുന്നതിൽ വരെ ശാസ്ത്രം എന്തെങ്കിലും ഒരു ഒറ്റ അഭിപ്രായമാണോ പറയുന്നത്? അല്ല. നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ വെളിച്ചെണ്ണ എന്ന് കേട്ടാൽ അല്ലെങ്കിൽ ഈ ഓയിൽ എന്ന് കേട്ടാൽ പലരും കൊളസ്ട്രോൾ എന്ന് പറഞ്ഞിട്ട് തീരെ ഉപയോഗിക്കില്ലായിരുന്നു. ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നത് വെളിച്ചെണ്ണ അതൊക്കെ എത്ര നല്ലതായിരുന്നു എന്ന് പറയുന്നു. അല്ലാഹു ആലം, ഓരോരുത്തരും ഓരോന്ന് പറയാൻ. ഞാൻ പറയുന്നത് ആളുകൾ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരേ അഭിപ്രായത്തിലാണോ? അല്ല, അതിങ്ങനെ തിരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ദീൻ ഒരിക്കലും തിരുത്തുന്നതല്ല. ഇത് 1400 കൊല്ലങ്ങൾക്ക് മുൻപ് അവതരിച്ചു. ഒരു മാറ്റുന്നതിനില്ല. ഒരു മാറ്റവും യാതൊരു വിഷയത്തിലും ഇസ്ലാമിൻ്റെ നിലപാടുകളിൽ ഉണ്ടായിട്ടില്ല. അന്നും കള്ള് ഹറാമാണ്, ഇന്നും കള്ള് ഹറാമാണ്. അന്നും സ്വർഗ്ഗരതി ഹറാമാണ്, ഇന്നും സ്വർഗ്ഗരതി ഹറാമാണ്. അന്നും മദ്യപാനം ഹറാമാണ്. എല്ലാ കാര്യത്തിലും ഇസ്ലാമിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അനുവദിക്കപ്പെട്ട ചില വിഷയങ്ങൾ ഒഴികെ. അതിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾക്ക് അനുവാദമുണ്ട് എന്ന് ആര് പറഞ്ഞത്? നമ്മളുണ്ടാക്കിയതല്ല. ഇസ്ലാമിൽ തന്നെ അതിന് തെളിവുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഒരു പാഠം ഈ ആയത്തിൽ പഠിക്കാവുന്ന ഒരു പാഠം അതാണ്. രണ്ടാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കണം എന്ന പാഠമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് അവിടുത്തെ ആദരിക്കേണ്ടത്? ആദരവ് എന്നാൽ ആരാധനയല്ല. ആദരവ് എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ പദവി അത് അംഗീകരിച്ചുകൊണ്ട് അവിടുത്തെ ബഹുമാനിക്കുക എന്നതാണ്. അതിനു മുകളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തുക എന്നത് അവിടുത്തോടുള്ള ആദരവല്ല, മറിച്ച് അവിടുത്തോടുള്ള നിന്ദയാണ്. അതിന് മുകളിലേക്ക് ഉയർത്തുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, ലാ തർഫഊനി ഫൗക മൻസിലതി അല്ലതി അൻസലനി അല്ലാഹു ഫീഹാ. അള്ളാഹു എനിക്ക് നൽകിയ സ്ഥാനത്തിന് മുകളിൽ നിങ്ങൾ എന്നെ ഉയർത്താൻ പാടില്ല. ഒരാൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിനോട് ആദരവുണ്ടോ? അപ്പോൾ ഞാൻ ഒരിക്കൽ ഒരാൾ എഴുതിയത് കണ്ടു. നമ്മൾ കഴിഞ്ഞ ആയത്ത് വിശദീകരിച്ചപ്പോൾ അതിൽ പറഞ്ഞില്ലേ റസൂലുള്ളാഹിനെ ആദരിക്കണം എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ആദരിക്കണം എന്ന് ഖുർആനിലുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ ചുറ്റുഭാഗത്തും ബഖീഅയിൽ ഉണ്ടായിരുന്ന ജാറങ്ങളൊക്കെ തല്ലിപ്പൊളിച്ചത് എന്നാണ് ഒരാൾ ചോദിക്കുന്നത്. സുഹൃത്തെ, റസൂലുള്ള പറഞ്ഞതാണത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയാണ്, ലാ തദഅ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹ്. കെട്ടി ഉയർത്തി നിൽക്കുന്ന ഒരു ഖബറിനെയും നീ നിരപ്പാക്കാതെ വിടാൻ പാടില്ല. അവിടുന്ന് പറഞ്ഞത് അനുസരിക്കലാണ് ആദരവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അനുസരിക്കലാണ് ആദരവ്. അതുകൊണ്ടാണ് ചില ഉലമാക്കൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം ആദരിച്ച കാര്യം തൗഹീദാണ്. അവിടുത്തോടെ ഒരാൾക്ക് ആദരവുണ്ടെങ്കിൽ അവൻ തൗഹീദിനെ ആദരിക്കട്ടെ. സഹാബികളൊക്കെ അങ്ങനെയായിരുന്നു. അതുകൊണ്ടല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ കുറച്ച് ആളുകൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് ബൈഅത്ത് നൽകിയ ബൈഅത്തുർ റിദ്വാൻ, അത് നടന്ന ഒരു വൃക്ഷമുണ്ട്. ആ വൃക്ഷം ഇതാ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ചില ആളുകൾ ഒരു വൃക്ഷത്തിൻ്റെ പുറകെ പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന സ്ഥലം എന്ന് പറയപ്പെട്ടൊരു സ്ഥലം. നമുക്ക് ആദരവാണ്. ഇപ്പോൾ ഇത് ആദരവല്ലേ? ഇത് ആദരവാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഈ വിവരം കേട്ട ഉടനെ തന്നെ ആളെ പറഞ്ഞു വെച്ചാൽ മരം വേരോടുകൂടി പിഴുതെറിഞ്ഞു, എടുത്ത് വലിച്ചെറിഞ്ഞു. ഇതാണ് ആദരവ്. അങ്ങനെയാണ് ആദരിക്കേണ്ടത്.
ഒരിക്കൽ യാത്രക്കിടയിൽ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച ഒരു മസ്ജിദുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് നിസ്കരിക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നത് ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. അദ്ദേഹം പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിസ്കാരത്തിന് സമയമായാൽ ആ പള്ളിക്ക് മുന്നിലെത്തിയാൽ ആ മസ്ജിദിന് മുന്നിൽ അവിടെ നിസ്കരിച്ചോളൂ. അതല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു എന്ന പേരിൽ നിങ്ങൾ ആ മസ്ജിദ് പ്രത്യേകം ഉദ്ദേശിച്ചു പോകാൻ പാടില്ല. ഇസ്ലാമിൽ ആദരവ് എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറത്തേക്ക് ആദരവ് കടന്നു പോകാൻ പാടില്ല. അപ്പോൾ ഇത് ഈ ആയത്തിൽ നിന്ന് പഠിക്കാവുന്ന വലിയൊരു പാഠമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദരവ് അതിര് കവിയാൻ പാടില്ല, എന്നാൽ അതിൽ കുറവ് വരാനും പാടില്ല. ഇത് വളരെ ഗൗരവത്തിൽ ഞാൻ എൻ്റെ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്താൻ. ചില ആളുകൾ സംസാരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ പേര് പറയുമ്പോൾ ചിലരെങ്കിലും സലാത്ത് ചെല്ലുന്നില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് സംസാരിക്കുന്നത് മറ്റാരെക്കുറിച്ചൊക്കെയോ സംസാരിക്കുന്നത് പോലെ. ചില പറയും, അപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ അയാൾ എന്ന് പറയാൻ പാടില്ല, അതല്ലെങ്കിൽ അവൻ എന്ന് പ്രയോഗിക്കാൻ പാടില്ല. ഇതൊന്നും നമ്മൾ ബഹുമാനത്തിൽ പറയുന്ന വാക്കുകളല്ല, അതൊന്നും പറയാൻ പാടില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അവയോട് ആദരവുണ്ടായിരിക്കണം. അതൊക്കെ ഒരു മുസ്ലിമിൻ്റെ നന്മകളിൽപ്പെട്ടതാണ്. അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മകനും സഹാബിയാണ്. അദ്ദേഹം പറയുന്നു, വമാ കാന അഹദുൻ അഹബ്ബ ഇലയ്യ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിനോളം എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന മറ്റൊരാളുമില്ല. വലാ അജല്ല ഫീ ഐനയ്യ മിൻഹു, എൻ്റെ കണ്ണിൽ അവിടത്തേക്കാൾ എനിക്ക് ബഹുമാനമുണ്ടായിരുന്ന മറ്റൊരാളുമില്ല. വമാ കുൻതു ഉതീഖു അൻ അംലഅ ഐനയ്യ മിൻഹു ഇജ്ലാലൻ ലഹു, ആദരവ് കാരണത്താൽ കണ്ണുകൾ നിറയുന്നതുവരെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിക്കൊണ്ട് കണ്ണു നിറക്കാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല. അടുത്തുള്ള ബഹുമാനം കാരണം തറപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിക്കൊണ്ടിരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. വലൗ സുഇൽതു അൻ അസിഫഹു മാ അതഖ്തു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിവരിച്ചു നൽകാൻ എന്നോട് നിങ്ങൾ പറഞ്ഞാൽ എനിക്കതിന് സാധിക്കില്ല. അവിടുത്തെ ശരീരം രൂപം എങ്ങനെയായിരുന്നു? ലിഅന്നി ലം അകുൻ അംലഉ ഐനയ്യ മിൻഹു, കാരണം കണ്ണു നിറയെ ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിയിട്ടില്ല. ഇത് അംർ ഇബ്നുൽ ആസ്, അദ്ദേഹം സുദീർഘമായ അദ്ദേഹത്തിൻ്റെ ഹദീസിലൊരു ഭാഗമാണിത്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിനോട് അതിയായ ആദരവ് ഉണ്ടായിരിക്കണം. അതിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞതുപോലെ ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി വതുഅസ്സിറൂഹു വതുവഖിറൂഹു, നിങ്ങൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ റസൂലിനെ പിന്തുണക്കുകയും അവിടുത്തെ ആദരിക്കുകയുമാണ്. തൗഖീർ വതുവഖിറൂഹു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആദരിക്കണം എന്നാണ്. സൂറത്തു അൽ ഫത്ഹിലെ 9-ാമത്തെ ആയത്താണത്. അവിടുത്തോട് ആദരവുണ്ടാകുന്നത്. ഈ ആയത്തിൽ നിന്ന് പഠിക്കാവുന്ന 2 പാഠങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ കൂടുതലായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.